സച്ചി, അമ്മ പറഞ്ഞൊന്നും സച്ചി കാര്യമാക്കണ്ട. അമ്മ പറഞ്ഞല്ലേ എനിക്ക് പ്രശ്നം, സാറിന്റെ വാക്കാ. എനിക്ക് തന്ന വാക്ക് ധരിക്കാനാണോ സാറിന്റെ തീരുമാനം? നിങ്ങളോട് യാചിക്കാൻ വന്ന ഭിക്ഷക്കാരനല്ല ഞാൻ, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഞാൻ തിരിച്ചു ചോദിക്കുന്നത് എന്റെ ജീവിതമാണ്. സച്ചി പ്ലീസ്, ദയവ് ചെയ്ത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. സച്ചിക്ക് എന്ന വാക്ക് ഞാനായിട്ട് മനഃപൂർവ്വം തെറ്റിക്കില്ല. സച്ചിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. അർച്ചനയ്ക്ക് ഓർമ്മ കിട്ടിയ അവളെ എനിക്ക് തിരിച്ചേൽപ്പിക്കാനായിരുന്നു നിങ്ങൾ എന്ന വാക്ക്. അതെ, പക്ഷേ ഇതുവരെ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ. അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇതുവരെ നിങ്ങൾ അവിടെ ഒരു ഡോക്ടറെങ്കിലും കാണിച്ചോ? എന്തേ ഉത്തരം മുട്ടിപ്പോയോ? ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളോടുള്ള എന്റെ വിശ്വാസം നഷ്ടപ്പെടുക. കൺമുമ്പിൽ ഉണ്ടായിരുന്നിട്ടും മരണം വരെ അവൾക്ക് വേണ്ടി എന്നെ കാത്തിരുത്താനാണ് നിങ്ങളുടെ ഭാവമെങ്കില് അത് നടക്കില്ല. സച്ചി, പറഞ്ഞ വാക്കുകൾ ഞാൻ പാലിക്കാതിരിക്കില്ല. ഒരു കാര്യം സച്ചി വിശ്വസിക്കണം, ഒരു ഭാര്യയായിട്ടല്ല സമൃദ്ധിയോട് ഞാൻ പെരുമാറുന്നത്. നോ, അവള് സമൃദ്ധയല്ല, അർച്ചന. അർച്ചന സച്ചിദാനന്ദൻ. അതുപോലും നിങ്ങൾ മറന്നുപോകുന്നു. സോറി സച്ചി, എനിക്കറിയാം. പക്ഷെ കഴിഞ്ഞ 10 വർഷം ആ പേര് ആർക്കും അറിയില്ലായിരുന്നല്ലോ സച്ചി. പിന്നെ ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും വഴിപാടുകളും ഇതിനോടകം തന്നെ അവർക്ക് വേണ്ടി ഞാൻ നടത്തി കഴിഞ്ഞു. ഇനിയൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് വല്ലാത്ത മടുപ്പും ഭയമൊക്കെ ഉണ്ട്. എന്തും പറഞ്ഞ ഞാൻ അവളൊരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ സച്ചി അനുഭവിക്കുന്നതിനേക്കാൾ വലിയ മാനസിക സംഘർഷമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അർച്ചനെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം കൂടി വേണം. സച്ചി പറഞ്ഞല്ലോ, സച്ചി യാചകനല്ല എന്ന്. അല്ല, പക്ഷേ ഞാനിപ്പോ സച്ചിയുടെ മുമ്പിൽ ഒരു യാചക വേഷം കെട്ടി നിൽക്കുക. ദയവ് ചെയ്ത് എന്റെ കുടുംബം തകർക്കരുത് പ്ലീസ്. അപ്പോ എന്റെ ജീവിതം സ്വന്തം ഭാര്യ ഒരു അന്യപുരുഷനോടൊപ്പം അയാളുടെ ഭാര്യയായിട്ട് കൺമുന്നിൽ ജീവിക്കുന്ന കാണുമ്പോ ഭ്രാന്ത് പിടിക്കുന്ന എന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എന്റെ സ്ഥാനത്ത് നിൽക്കണം.